കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. കെട്ടിടത്തിൽ അഗ്നി സുരക്ഷാ സംവിധാനം ഇല്ലായിരുന്നു എന്നും കെട്ടിടത്തിന്റെ വരാന്ത കെട്ടിയടച്ച നിലയിലായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്താൻ വൈകിയില്ലെന്നും ജില്ലാ ഫയർഫോഴ്സ് മേധാവി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. തീപിടുത്തമുണ്ടായ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകിയതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമെന്ന വ്യാപക ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ ഫയർഫോഴ്സിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളുന്നതാണ് ജില്ലാ ഫയർഫോഴ്സ് മേധാവി ജില്ലാ കളക്ടർക്കും സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിക്കും നൽകിയ അന്വേഷണ റിപ്പോർട്ട്. അപകടം നടന്ന കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിടത്തിന്റെ വരാന്ത ടീൻ ഷീറ്റുകളും ഫ്ലെക്സ് ബോർഡുകളും കൊണ്ട് കെട്ടിയടച്ച നിലയിലായിരുന്നു. ഇതുമൂലം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാനോ വെള്ളം പമ്പ് ചെയ്യാനോ സാധിച്ചില്ല. ഇത് തീ നിയന്ത്രണ വിധേയമാക്കുന്നത് വൈകിപ്പിച്ചു. ഇടനാഴിയിലും കോണിപ്പടിയിലും തുണി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തുണിയിലേക്ക് തീ പടർന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. വിവരം ലഭിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവസ്ഥലത്തെത്താൻ ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റിന് സാധിച്ചു എന്നും വൈകി എന്നത് തെറ്റായ ആരോപണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ ഫയർഫോഴ്സ് മേധാവി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിന് ശേഷം ഫയർഫോഴ്സ്, പോലീസ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB എന്നിവരുടെ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചീഫ് സെക്രട്ടറിക്ക് സമ്പൂർണ്ണ റിപ്പോർട്ട് കൈമാറും. നിയമവിരുദ്ധ നിർമ്മാണം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. കെട്ടിടത്തിന് സുരക്ഷയില്ല എന്നല്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ മതിയായ രീതിയിലില്ല. കെട്ടിടത്തിന് പ്രശ്നമില്ല, ഉറപ്പിച്ച കെട്ടിടം തന്നെയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട രീതിയിലല്ല എന്ന് പറഞ്ഞു എന്ന് പത്രത്തിൽ വായിച്ച് ഞാൻ അറിഞ്ഞു. ഇന്നിപ്പോൾ അത് പ്രത്യേകിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പുതിയ ആൾക്കാരാണ്, പഴയ ആൾക്കാരുമില്ല. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഈ ഫയലൊക്കെ പരിശോധിച്ച് വേണം ഇതൊക്കെ എടുക്കാൻ. അങ്ങനെ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ആഭ്യന്തര അന്വേഷണത്തിൽ എന്തായാലും അവർ അന്വേഷിക്കും. 3-ാം നില ഡോർമെട്രിക്കായാണ് നിർമ്മിച്ചത്. അവർ അവിടം ഗോഡൌൺ ആയാണ് ഉപയോഗിച്ചതെന്നും മേയർ പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.